ബാഗൊക്കെ ഉണ്ട്. ബിഗ് ബി എന്ന സിനിമയിലെ മമ്മൂട്ടിന്റെ വീട് കാണാൻ ഞങ്ങൾ പോവാട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറഞ്ഞ ചെലവിൽ ഞങ്ങൾ വെക്കേഷനിലേക്ക് ടൂർ പോയിരിക്കുന്നത് എറണാകുളത്തേക്കാണ്. മറിയൻ ഡ്രൈവിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും അറിയണ്ടേ. ഇവിടെ ബോട്ടിൽ പോകണമെന്നാണ് ഞങ്ങൾക്ക് ഇത്. അപ്പം അതിന് കാത്തിക്കാണ്. ഇവിടെ പൂട്ടിക്കാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. അവിടെ ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ കാഴ്ചകളുണ്ട്. ഞങ്ങളൊന്ന് അങ്ങോട്ട് പോവാന്ന്, അവർക്ക് വരെ പോവാന്ന് കരുതിക്കണേ. അപ്പൊ ഞങ്ങൾ കുറെ കാലമായി ടൂർ പോകണം വിചാരിച്ചു. അപ്പൊ കുറഞ്ഞ ചെലവിലാണ് ഞങ്ങൾ എറണാകുളത്ത് എത്തിയത്. അവിടെ എന്താ ബോട്ട് എടുക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഗൈസ് അവിടെ ബോട്ടൊക്കെ എടുക്കലെടുത്തിരിക്കണം. നമുക്ക് അവിടെ വരെ പോയൊക്കെ എന്താണ് അവിടെ കാണാൻ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ നമ്മള് വാട്ടർ മെട്രോയില് കയറാൻ പോവാണ് കേട്ടോ. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. അവിടെയാണ് ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവിടെ എന്തോ സംഭവം ഉണ്ട്, ഇവിടെ കയറി നോക്കാം. ഒരു വലിയൊരു ബ്രിഡ്ജ് പോലൊക്കെ ഉണ്ട്, നമുക്ക് പോയേക്കാം. ആൾക്കാർ ഫോട്ടോയും. ഗൈസ് ഇവിടെ നല്ല കാറ്റും. പിന്നെ ഇവിടെ ഒരു പാലുണ്ട് കേട്ടോ. അവിടെ ഒരു പുഴയുണ്ട്. ഇതിവിടെ ഒന്നും അവസാനിക്കുന്നില്ല. കുറേ അങ്ങോട്ട് പോവാനുള്ള വയ്യാളൊക്കെ ഉണ്ട്. ഞങ്ങൾ അത്ര ദൂരമൊന്നും പോകണില്ല, ചെറുതായിട്ട് പോവാൻ തന്നെ പേടിയാണ്. ഇവിടെ കണ്ടു ഗൈസ്, ഇവിടെ ഇങ്ങോട്ട് കുണ്ടാണ്. അവിടെ നല്ല വ്യൂ ഉണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് അവിടെ സമ്മർ കാർണിവൽ പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ. അവിടെയാണ് പാർക്കുകളൊക്കെ അല്ലേ, അതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ ഇവിടെ കൊറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ കൊറേ വാട്ടർ സർവീസ് ഉണ്ട്. ഞങ്ങളോട് ട്രിപ്പ് പോകണമെന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് എന്താ വാട്ടർ മെട്രോയിലാണ് കയറുന്നത്. അപ്പൊ ഇവിടെ കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റൊക്കെയാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും തണുപ്പാണ് ഇവിടെ കുറച്ചൊക്കെ ഉള്ളത്. നമുക്ക് എന്താ ഫുഡൊക്കെ വേണമെങ്കിൽ അവിടെ പീടികളൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് കാർണിവല് ഇവിടെ നിന്ന് കാണും കേട്ടോ. അപ്പൊ ഇതാണ് വാട്ടർ മെട്രോ. കണ്ടോ കണ്ടോ ഗൈസ്, അടിപൊളിയാണ്. ഒരു അവിടെ ഒരു ബോട്ട് ആണ് കണ്ടോ ഗൈസ്. അപ്പൊ ഇവിടെ ഒരു ക്രേവ് ബോക്സ് ഉണ്ട്. ഇതില് കൊറേ ചോക്ലേറ്റ് ചോക്ലേറ്റും ചോക്ലേറ്റ് ലേസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സ്മൂത്തി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അതിന്റെ റേറ്റ് കൊടുത്തിക്കണ് എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. ഇതെന്താ ബിങ്കോ മാഡ് അങ്ങനെ കൊറേ ഉണ്ട് കേട്ടോ. അന്നെ ചെക്ക് ചെയ്യേ. അപ്പൊ നമ്മള് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിന്റെ ഉള്ളിലേക്ക് കയറിട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ മെട്രോയില് മെട്രോ വാട്ടറിൽ നമ്മൾ വാട്ടർ മെട്രോയില് കയറാൻ വേണ്ടിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മള് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. ഇനി വാട്ടർ മെട്രോ കയറാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് കയറുന്നത്. ഇതെന്താ ആദ്യമായിട്ടാണ് ഗൈസ് കയറാൻ പോകുന്നത്. ഞങ്ങള് ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത്. ഓ ഗൈസ് അതാണ് മെട്രോ. അവിടെ മെട്രോ അവിടെ എനിക്ക് നല്ല ആവേശമുണ്ട് ഗൈസ്. ഞാനിതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല, എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പം ഞങ്ങൾ മെട്രോയിൽ കയറാണ്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ മെട്രോൻ്റെ ഉള്ളിൽ കയറി. പിന്നെ എല്ലാവരും സൈഡ് സീറ്റിലാണ് ഇരുന്നത്. ഞങ്ങൾക്ക് സൈഡ് സീറ്റ് അതിന് വേണ്ടിയിരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഭാഗ്യത്തിലൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവസാനം സിധുവിന് എൻ്റെ മടിയിലെത്തി. അപ്പോൾ എനിക്കും സന്തോഷമായി, എനിക്കും സന്തോഷം. അങ്ങനെ വണ്ടി എടുത്ത് തുടങ്ങിട്ടോ. വണ്ടി എടുത്ത് കുറച്ചൊക്കെ തുടങ്ങിയപ്പോഴത്തേന് എനിക്കൊരു ചെറിയ പേടി. ആദ്യമായിട്ടല്ലേ, അതുകൊണ്ട് കാരം ഉള്ളിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ചൂടത്തുനിന്ന് തണുപ്പൊക്കെ കിട്ടിയപ്പോൾ നല്ല രസമുണ്ടായിനി. വണ്ടി മെല്ലെ മെല്ലെ എടുത്ത് തുടങ്ങിട്ടോ. വിൻഡോ സീറ്റിലൂടെ പോകുന്ന കാഴ്ചകൾ കണ്ടിരുന്നാണ് ഞങ്ങൾ പോയത്. വിൻഡോയിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു.
പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവരോട് പറയാണ് എപ്പോഴത്തേം പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അത് കമൻറ്റ് ഇടുക. ഗായ്സ് ഇത് കണ്ടോ, കപ്പലിൽ നിന്ന് ലോഡ് ഇറക്കണത്. ലോറി ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ലോറിയിൽ നിന്ന് ലോഡ് ഇറക്കണതും പിന്നെ കപ്പലിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നതും എന്തൊക്കെയോ കേട്ടണൊക്കെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇപ്പൊ വാട്ടർ മെട്രോന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വാട്ടർ മെട്രോന്ന് ഇറങ്ങിയതാ ഫോർട്ട് കൊച്ചിയിലത്തെ എത്തിക്കുവാണ്. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയതൊരു തെരുവിൽ ഇങ്ങനെ വിൽക്കൂലേ അവിടേക്കാണ്. അവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ്, ബാഗ്, അങ്ങനെ കുറേ ഇവിടെ പല ടൈപ്പുള്ള ഡ്രസ്സ് ബാഗും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ അച്ചടിച്ചതും ശില്പങ്ങൾ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ എൻ്റെ കണ്ണ് പോയത് ഇതിലേക്കാണ്. ഇത് നമ്മൾ ഓർമ്മക്ക് വെക്കൂലേ, നമ്മൾ എവിടേക്കെങ്കിലും പോയാൽ അതാണ് കേട്ടോ. ഇത് ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനത്തെ ആണെന്നുണ്ട്. ഇതവിടെ കുറേ ഉണ്ട്, ഇതിൽ നിറയെ ഉണ്ട് നമുക്ക് ഓർമ്മക്ക് വെക്കാനുള്ളത്. പിന്നെ ശില്പം, ഈ ബാഗിൻ്റെ മോഡലൊക്കെ നോക്കുക ഗൈസ്. കുറച്ച് ബാഗല്ല, കുറേ ബാഗുകളൊക്കെ ഉണ്ട്. ഓരോ മോഡൽ തരത്തിലുള്ള ബാഗുകളാണ് കേട്ടോ ഗൈസ്. സാധാ ബാഗ്, പിന്നെ നൂലുകൊണ്ട് ഉണ്ടാക്കിയ ബാഗുകൾ, അങ്ങനെ പല വെറൈറ്റി ബാഗുകൾസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇതുണ്ടോ, ഓല കൊണ്ട് ഉണ്ടാക്കിയതും ഒക്കെ ഉണ്ട്. വേണ്ട നൂലൊക്കെ തൂക്കിയിട്ട പോലെ ഉള്ളത്. പിന്നെ നമുക്ക് മോഡലായിട്ടുള്ള റിച്ച് ലുക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ടല്ലോ ഈ ബാഗുകളൊക്കെ കാണാൻ. ഇവിടെ നൂല് പോലെ തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ അപ്പുറത്തൊക്കെ നോക്കിയാൽ പെരും ഡ്രസ്സുകളാണ് ഗൈസ്. പാൻറ്, ടോപ്പ്, ഇത് ഈ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ചെരുപ്പ് കട ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ ഇവിടെയൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. ചെരുപ്പിനൊക്കെ നല്ല വില കുറവാണ്. ബട്ടർഫ്ലൈ കുറേ ചിത്രങ്ങളുണ്ട് ഇവിടെ. ഇവിടെ എല്ലാ ഭാഗത്തും ഇതേപോലെ അടിപൊളിയായിട്ട് ചിത്രമൊക്കെ വരച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഇവിടെ വേറെയും കുറെ കാഴ്ചകളുണ്ട്. ഇവിടെ ഒരു മത്സ്യകന്യകനൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് ഇവര് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കണേ. നമ്മളെ പ്ലാസ്റ്റിക് നിക്ഷേപിക്കാതെ ഇതുപോലത്തെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളും ഇതിലുണ്ട്. നമുക്ക് കാണാം. അവിടെ ഒരാൾ വലിയൊരു മരത്തുമ്മ ചിത്രമൊക്കെ വരക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടിപൊളി വരക്കുണ്ട്. നല്ല ക്രിയേറ്റിവിറ്റി ആണ്. മരത്തുമ്മ വരക്കാന്ന് പറഞ്ഞാൽ അത്ര ഒരാൾ വരക്കാണ്. വലിയൊരു മരത്തുമ്മയാണ് വരക്കുന്നത്. ഇതൊന്ന് നോക്ക്, നമ്മൾ വേസ്റ്റ് ആക്കുന്ന പ്ലാസ്റ്റിക് കവറാണ് ഈ പാവക്കുട്ടിക്ക് ഡ്രസ്സ് ഇട്ടെടുത്തിട്ട്. നോക്ക് ഗൈസ്, എന്താ ഞാൻ ഇതിന് പറയാ, വേസ്റ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത്. സൂപ്പർ. മോള് പെട്ടു എന്താ. അപ്പൊ ഇവിടെ നമ്മളെ പ്ലാസ്റ്റിക് കൊണ്ടുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. യുദ്ധം ലോകത്തെ പ്ലാസ്റ്റിക് പ്രകൃതിയെ, നമ്മളെ യുദ്ധം നമ്മളെ ലോകത്തെ നശിപ്പിക്കും. പ്ലാസ്റ്റിക്കും നമ്മളെ പ്രകൃതിയെ. ഗൈസ്, നിങ്ങൾക്കറിയാം ഇത് ഏതാ ചെടി? ഇത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയി തോന്നി. ഒരു മുള്ളും പൂവൊക്കെ ഉള്ള ഒരു ചെടി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സ്. ഗൈസ്, ബിഗ് ബി എന്ന സിനിമയിലെ മമ്മൂട്ടിന്റെ വീട് കാണാൻ ഞങ്ങൾ പോവാട്ടോ. ഗൈസ്, ബിഗ് ബിയുടെ മമ്മൂട്ടിന്റെ വീട് ഏതാ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എന്താ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ സിനിമയിൽ ആരെങ്കിലും അഭിനയിച്ച് അവിടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഇതല്ലേ, നമ്മൾ അവിടെ എത്തിയോലെ അവിടെ വന്ന് പോയി എന്നുള്ളത്. കുറച്ച് നടക്കണം, എന്നാലും നമുക്ക് പോയേക്കാം. നമുക്ക് മമ്മൂട്ടിയുടെ
ആ ബിഗ് ബി സിനിമയിലെ വീട് കാണാം. ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ സ്ഥലമാണ്. അധികം വണ്ടി തിരക്ക് അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു സുഖമാണ് ഇവിടെ. ഞാൻ വിചാരിച്ച എറണാകുളേ അല്ല, അത്രക്കും അടിപൊളിയാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും എന്തായാലും അടിപൊളിയാണ് ഇവിടെ. നമ്മളിതാ മമ്മൂട്ടിന്റെ വീടിന്റെ അവിടെ എത്തിട്ടോ. പണ്ടത്തെ മാതിരിയല്ല, അവിടെ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കിക്കണ്. ആർട്ട് ബൈ ആതിര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. ഞങ്ങൾക്ക് എന്താ ഒരു പ്രൗഡ് മൊമെന്റ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലുലുമാൾക്കാണ് പോയത്. ഞങ്ങൾക്ക് അവിടേക്ക് പോകാനുള്ള പൂതി. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. ഇതാ കാറൊക്കെ ഔട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ വേറെ എന്തോ കുറേ ഗെയിമും ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്ത്. പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോവാനായിട്ടോ. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറിയാണ് പോണത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.